കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ച് രജിസ്ട്രേഷൻ ഫോമിൽ സൈൻ ചെയ്യിക്കാനായി സുധീഷ് പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലിരിക്കുന്ന നിധിയുടെ അരികിലേക്കായി വരുന്നുണ്ട്. പിന്നെ ഫയലും പൊക്കി പിടിച്ചുകൊണ്ട് നിധി ഇതിലൊരു സൈൻ വേണം എന്ന് സന്തോഷത്തോടെ പറയുമ്പോഴേക്കും നിധിയും ആകെ ദേഷ്യത്തോടെ ഇതെന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അവനും ചിരിയോടെ ഇത് രജിസ്റ്റർ മാരേജ് ഫോം, ഒരു സൈൻ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ എഴുന്നേറ്റോണ്ട് ആ ഫയൽ അവന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് എനിക്ക് പറ്റില്ല, എടുത്തോണ്ട് പോ, എന്നെ നീ പറ്റിക്കായിരുന്നല്ലേ, പോടാ കടന്നു പോ എന്ന് പറയുന്നതെല്ലാം ഓർത്തുകൊണ്ട് അവൻ രജിസ്ട്രാർ നൽകിയ ആ ഫയലും കയ്യിൽ പിടിച്ച് ഒരേ നിൽപ്പ. രജിസ്ട്രാറുടെ മുമ്പിൽ ഫയലും പിടിച്ച് ആലോചനയോടെ നിൽക്കുന്ന സുധീഷിനെ തട്ടി വിളിച്ചോണ്ട് എന്താ പോടാന്ന് ഗോപിയേട്ടനും പറയുന്നുണ്ട്. ഈശ്വര ഇതുവരെ കാത്തു, ഈ കടമ്പ കൂടി കടത്തി തരണേ എന്ന് മനസ്സിൽ പതിയെ പറഞ്ഞോണ്ട് സുധീഷും നിധിയുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. അവിടെ വരാന്തയിലിട്ട ബെഞ്ചിൽ സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് നിധി. സുധീഷ് അവളുടെ അരികിലേക്ക് ചെന്ന് ഒരു സൈൻ വേണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിധി സങ്കടത്തോടെ തലയുയർത്തി നോക്കുമ്പോഴേക്കും അല്ല ഒന്നുമില്ല, ഇവിടെ വന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ കാരണമല്ലെന്ന് നേരത്തെ അവർക്ക് എഴുതി കൊടുത്താലേ, പിന്നെ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ ഗോപി സാർ പറയുന്നത്, അത് എഴുതിയതാ, ഒരു ചെറിയ സൈൻ മതി ദേ ഇവിടെ എന്നൊക്കെ കള്ളം പറഞ്ഞ് സുധീഷ് ആ ഫയൽ നീട്ടുമ്പോഴേക്കും നിധിയും വേറൊന്നും നോക്കാതെ അവൻ പറഞ്ഞ സ്ഥലത്ത് സൈൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ അവൻ ആ ഫയൽ തിരികെ വാങ്ങുമ്പോഴേക്കും നിധിയും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എടോ കരയാതെ, എല്ലാം ശരിയാവുമെന്നേ, ദേ ആ സൂര്യ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇയാളുടെ അച്ഛൻ്റെ അടുത്ത് പോയി എല്ലാ സത്യവും പറഞ്ഞോളാം, എല്ലാം ഓക്കെ ആവുമെന്നേ, താനൊന്ന് ധൈര്യമായിട്ടിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ചിരിയോടെ സുധീഷ് സ്റ്റേഷനകത്തേക്ക് പോകുന്നുണ്ട്. അവൻ ആ ഫയൽ തിരികെ രജിസ്ട്രാറെ ഏൽപ്പിക്കുമ്പോഴേക്കും നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് സിഐയും ചോദിക്കുന്നുണ്ട്. ഞാനും ചേട്ടനും പിന്നെ 2 അനിയന്മാരും അച്ഛനും എന്ന് സുധീഷ് പറയുമ്പോൾ അമ്മ എന്ന് അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അമ്മയില്ല സാർ എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ അച്ഛൻ്റെ നമ്പർ കൊടുക്കുന്ന സിഐയും. അത് കേൾക്കെ പരിഭ്രമത്തോടെ അതെന്തിനാ സാർ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തരാൻ പറഞ്ഞാൽ തന്ന പോരെ എന്ന് സിഐയും ചോദിക്കുന്നുണ്ട്. അത് അച്ഛൻ ഫുൾ ടൈം തണ്ണിയാ സാറേ, ഞാൻ വേണമെങ്കിൽ ചേട്ടന്റെ നമ്പർ തരാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ ഗോപിയേട്ടനും ചിരിയോടെ ബെസ്റ്റ് ഫാമിലി ആണല്ലോടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ വേറൊന്നും കുഴപ്പമില്ല സാറേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യേ, താൻ ഇവിടെ ഒരു സൈൻ ചെയ്യുന്ന സിഐയും പറയുന്നുണ്ട്. അവൻ സൈൻ ചെയ്യുമ്പോഴേക്കും സിഐ വീണ്ടും അവനോടായി പറയുന്നുണ്ട്, ഡേയ് ആ കുട്ടിയെ നല്ല പോലെ നോക്കണം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ അങ്ങ് നേരിട്ട് വരും കേട്ടല്ലോ എന്ന് പറയുന്നത് കേട്ട് ചിരിയോടെ എന്താ സാറേ ഇതൊക്കെ എനിക്കറിയില്ലേ, ഒരു പ്രശ്നവും വരില്ലെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഗോപിയേട്ടനോടായി സാറേ ആ കൈയൊന്ന് തരുമോ എന്ന് ചോദിച്ചോണ്ട് ഗോപി സാറിന്റെ കൈ പിടിച്ചെടുത്തോണ്ട് സാർ ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കൂലായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോഴേക്കും ആ കുട്ടിയെ ഇങ്ങ് വിളിക്കുന്ന സിഐയും പറയുന്നുണ്ട്. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് വരാന്തയിലെ ബെഞ്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. നിധി സിഐ സാർ വിളിക്കുന്നു എന്നവൻ പറയുന്നുണ്ടെങ്കിലും നിധി വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത് കണ്ട് എടോ വാ എന്ന് സുധീഷ് വീണ്ടും വിളിക്കുന്നുണ്ട്. നിധി എഴുന്നേറ്റ് അവന്റെ കൂടെ ചെല്ലുമ്പോഴേക്കും സിഐ അവളോടായി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, വീട്ടുകാർ നിശ്ചയിച്ച കല്യാണത്തിന് സമ്മതമല്ലാത്തതുകൊണ്ടും തിരികെ പോവില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ടുമാണ് ഇതെല്ലാം നടന്നത്. ഇനി ഇഷ്ടം പോലെ നന്നായിട്ട് ജീവിക്കേ, പഠിക്കുകയോ ജോലി ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ മടിക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഗോപിയേട്ടനോടായി ഗോപിയേട്ട എന്റെ നമ്പർ കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. പ്രശ്നം അവസാനിച്ചൊന്നും വിചാരിക്കണ്ട, ഈ കുട്ടിയുടെ വീട്ടുകാരെ വലിയ വാശിയിലും ദേഷ്യത്തിലുമാ, നീ സൂക്ഷിച്ചോണം കേട്ടോടാന്ന് സുധീഷിനോടായി സിഐ പറയുന്നുണ്ട്. ശരി സാർ എന്ന് ചിരിയോടെ സുധീഷ് പറയുമ്പോഴേക്കും സിഐ വീണ്ടും ഫോട്ടോഗ്രാഫറെ വിളിച്ച് ശിവ ഇങ്ങോട്ട് വാ, ഇവരൊരു ഫോട്ടോ എടുത്തേക്കെന്ന് പറയുന്നുണ്ട്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴേക്കും എന്നാ ശരി ചെല്ലെന്ന് പറഞ്ഞ് ഗോപിയേട്ടനോടായി ഗോപിയേട്ട ഇവരെ യാത്ര അയക്കെന്ന് സിഐ പറയുന്നുണ്ട്. ഗോപിയേട്ടനും അവിടെയുള്ള പോലീസുകാരും കൂടി അവരെ യാത്രയാക്കാനായി വരാന്തയിലേക്ക് എത്തുമ്പോഴേക്കും ഗോപിയേട്ടൻ നിധിയോടായി പറയുന്നുണ്ട്, മോളെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയും കരഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ്റെ ദേഷ്യമൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ പതിയെ മാറിക്കൊള്ളുമെന്ന് പറയുമ്പോഴേക്കും നിധിയും കരച്ചിൽ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഗോപിയേട്ടൻ സുധീഷിനോടായി എടാ മോനെ, കല്യാണമെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, അതിനുശേഷമുള്ള ജീവിതം വലിയ കാര്യം തന്നെയാ, അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞവന്റെ തോളിൽ തട്ടുമ്പോഴേക്കും ഓക്കെ സാർ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാ പോയിട്ട് വാ, പിന്നെ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തന്ന നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ അവരെ യാത്രയാക്കുന്നുണ്ട്. അവർ ജീപ്പിനരികിലെത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗോപിയേട്ടനും കൂട്ടരും അവരെ നോക്കി ടാറ്റ കാണിക്കുന്നുണ്ടേ.
സുധീഷും അവരോട് ബൈ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിധിയോടായി കയറാനായി പറയുന്നുണ്ട്. അവളും വണ്ടിയിലേക്ക് കയറിയിരുന്നുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴേക്കും സുധീഷും തന്റെ ജീപ്പിൽ വെച്ച ടിഷ്യൂ എടുത്ത് കൊടുത്തോണ്ട് ദാ ടിഷ്യൂ കണ്ണീര് തുടയ്ക്കെന്ന് പറയുന്നുണ്ട്. അവൾ അത് വാങ്ങി കണ്ണീർ തുടയ്ക്കുമ്പോഴേക്കും കരയല്ലേടോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഈ മാല മാറ്റിയിട്ട് ആ ബെൽറ്റ് ഇട്ടെന്ന് പറയുന്നുണ്ട്. അവൾ ആ മാല അഴിക്കുമ്പോഴേക്കും അവൻ അത് വാങ്ങി പുറകിലേക്ക് വെച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടാനായി പറയുന്നുണ്ട്. അവൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കെന്നാ പോയാലോ എന്ന് ചോദിച്ച് സുധീഷും തന്റെ ജീപ്പ് എടുക്കുന്നുണ്ട്. അവിടെ വീടിന്റെ മുറ്റത്തിറങ്ങി ടെൻഷനോടെ നടക്കുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത്. സുധീഷേട്ടനെ മൊബൈലിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന നികേഷും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്തായടാ കിട്ടിയോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് നികേഷും. സുഭാഷ് ടെൻഷനോടെ ഇതെവിടെ പോയി കിടക്കാണാവോ, ഇതാ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, ആ പെണ്ണിന്റെ കല്യാണക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവള് തന്നെ നോക്കിക്കോളുമെന്ന്. എടാ നമുക്കും ആ പെണ്ണിനും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്, ആ പെണ്ണിന്റെ കല്യാണം തടയാനായിട്ട് നമ്മൾ ആരാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല സുഭാഷ് ഏട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്ന് കരുതി വിശ്വസിച്ചിരിക്കാൻ പറ്റണ്ടേ, അന്ന് തന്നെ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്ന മതിയായിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ പുലിവാലാണാവോ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നികേഷിനോട് ഒന്നുകൂടി സുധീഷിനെ വിളിക്കാനായി പറയുന്നുണ്ട് സുഭാഷ്. നികേഷ് ഒന്നുകൂടി വിളിച്ചു നോക്കുമ്പോഴേക്കും കിട്ടഞ്ഞത് കണ്ട് എന്താടാ ഇനി അവൻ ആ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയി കാണോ, എനിക്ക് പേടിയായിട്ട് വയ്യ, എന്റെ നെഞ്ചാണെങ്കിൽ പടപടാന്നിടിക്കുന്നു എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഏയ് സുധീഷേട്ടൻ അവളെ തട്ടിക്കൊണ്ട് പോകത്തൊന്നുമില്ല, രണ്ടാളും തമ്മിൽ ഇഷ്ടായ സ്ഥിതിക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് നികേഷും പറയുന്നുണ്ട്. കാർ ഓടിക്കാൻ ചെന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ എങ്ങനെയാടാ ലവൊക്കെ, എവിടെ പോയി അന്വേഷിക്കുമെന്ന് എനിക്കാണെങ്കിൽ ഒരു പിടിയുമില്ല, വീട്ടുകാരെ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ടെൻഷനോടെ സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവരുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ ഒരു കോൾ വരുന്നുണ്ടെന്ന് നികേഷ് പറയുമ്പോഴേക്കും ആരാ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് നികേഷ് പറയുമ്പോൾ ഇങ്ങ് തായെന്ന് പറഞ്ഞ് ആ മൊബൈൽ വാങ്ങി സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പുറത്തുനിന്ന് ഗോപിയേട്ടൻ ആരാ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷാ ഇതാരാന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ എന്ന് ഗോപിയേട്ടൻ പറയുമ്പോൾ പോലീസോ, എന്താ സാറേ എന്ത് പറ്റിയെന്ന് പരിഭ്രമത്തോടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. സുധീഷ് നിങ്ങളുടെ ആരാ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ അയ്യോ സുധീഷോ, സാർ എന്താ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ശരി, അവന്റെ പേര് പറഞ്ഞതും പ്രശ്നമുണ്ടോന്നാണല്ലോ, എന്താ അവൻ പ്രശ്നക്കാരനാണോ എന്ന് ഗോപിയേട്ടനും ചോദിക്കുന്നുണ്ട്. അല്ല സാർ അങ്ങനെയൊന്നുമില്ല, അവൻ എൻ്റെ അനിയനാ, ഇന്നലെ മുതൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആ ടെൻഷനിൽ ഇരിക്കുമ്പോഴാ ഈ കോൾ ഇങ്ങോട്ട് വന്നത്. എന്താ സാർ കാര്യമെന്ന് അമ്പരപ്പോടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് മേസ്തിരി പണിയാണെന്ന് സുഭാഷും. വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ ഞാനും എൻ്റെ 3 അനിയന്മാരും പിന്നെ അച്ഛനും. സാറേ എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഓക്കെ സുധീഷ് എന്ത് ചെയ്യുന്നു എന്ന് ഗോപിയേട്ടൻ വീണ്ടും ചോദിക്കുമ്പോൾ അവൻ ടാക്സി ഡ്രൈവർ ആണെന്ന് സുഭാഷും. ശരി വീട് എവിടെയാണെന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ സാറേ ആക്കുളത്തിനടുത്താ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. സ്വന്തം വീടാണോന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ അതെ സാറേ. അല്ല സാറേ സുധീഷിന് എന്ത് പറ്റി എന്ന് സുഭാഷ് പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോ അനിയൻ കാണിച്ച സാഹസമൊന്നും ചേട്ടന് അറിഞ്ഞില്ല അല്ലേ എന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോൾ സാറേ എന്താ കാര്യം എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുഭാഷേ തന്റെ അനിയൻ അയാൾ ജോലി ചെയ്ത വീട്ടിലെ പെണ്ണിനെയും കടത്തിക്കൊണ്ട് പോന്നു, മനസ്സിലായോ, കുട്ടി ചെറിയ വീട്ടിലെ പുള്ളിയൊന്നുമല്ല, നേരെ ആ കുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ടാ വന്നത് എന്നൊക്കെ ഗോപിയേട്ടൻ പറയണ കേട്ട് ടെൻഷനോടെ സാറേന്ന് സുഭാഷ് വിളിക്കുമ്പോൾ ഞെട്ടാതെ മുഴുവൻ പറയട്ടെ ഗോപിയേട്ടൻ പറയുമ്പോഴേക്കും ചേട്ടാ സ്പീക്കറിലിടുന്ന നികേഷും പറയുന്നുണ്ട്. അങ്ങോട്ട് വന്നു നിന്ന CIയും ഗോപിയേട്ടനോട് ഫോൺ സ്പീക്കറിലിടാനായി പറയുന്നുണ്ട്. ഗോപിയേട്ടൻ സുഭാഷിനോടായി പറയുന്നുണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്നേ 4-5 കാറിലാ അവളെ കൂട്ടിക്കൊണ്ട് പോവാനായി വന്നത്, പക്ഷേ ആ പെണ്ണ് പോകാൻ കൂട്ടാക്കിയില്ല, അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ വെച്ച് പരസ്പരം മാലയിടിച്ച് ഒരു കോൺട്രാക്ട് മാരേജും സൈൻ ചെയ്യിപ്പിച്ചു എന്ന് ഗോപിയേട്ടൻ പറയുന്നത് കേട്ട് ആകെ തളർച്ചയോടെ സുഭാഷ് മൊബൈൽ നികേഷിന്റെ കയ്യിലേക്കായി കൊടുക്കുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കെട്ട് നടത്തണം, മനസ്സിലായോ എന്ന് ഗോപിയേട്ടൻ പറയുന്നത് കേട്ട് സുഭാഷ് അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാഞ്ഞ് ഹലോ ഹലോ എന്ന് ഗോപിയേട്ടൻ വിളിക്കുന്നുണ്ട്. ഹലോ സാറേ കല്യാണോ എന്ന് വെപ്രാളത്തോടെ സുഭാഷ് ചോദിക്കുമ്പോൾ അതെ, അല്ലാതെ പിന്നെ ഓടിപ്പോന്ന പെണ്ണ് തിരിച്ചു പോവാൻ കൂട്ടാക്കിയില്ലെങ്കിലേ ഞങ്ങൾ എന്ത് വേണം, ആ കുട്ടിയെ നിർബന്ധിച്ച് അവരുടെ കൂടെ പറഞ്ഞയച്ചാ അവര് നിങ്ങളുടെ സഹോദരനെ വെച്ചേക്കോ, അതുകൊണ്ട് എന്ന് ഗോപിയേട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മതി മതി എന്ന് തടഞ്ഞുകൊണ്ട് CI ഫോൺ ഇങ്ങു തന്നെ എന്ന് പറയുന്നുണ്ട്. ഞാൻ CI സാറിന്റെ കൊടുക്കാം എന്ന് പറഞ്ഞ് ഗോപിയേട്ടൻ CIക്ക് മൊബൈൽ കൊടുക്കുമ്പോഴേക്കും CIയും ലൗഡ് ഓഫാക്കിക്കൊണ്ട് എടോ ആ കുട്ടി വലിയ വീട്ടിലെയാ, തിരിച്ചയക്കാൻ ഞങ്ങളുടെ മേൽ വലിയ പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷേ ക്രമസമാധാനം പാലിക്കുന്നവര് സ്നേഹിക്കുന്നവരുടെ മനസ്സ് കാണാതെ പോകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവരുടെ കെട്ട് നടത്തി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ അവളെ കെട്ടി അവനെ കൊണ്ടോ
നിങ്ങൾ വീട്ടുകാരെ കൊണ്ടോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലേ ഈ CI മുള്ളാണി ബെഞ്ചമിൻ ആരാണെന്ന് നിങ്ങൾ അറിയും. കുടുംബത്തിലെ മുഴുവൻ പേരുടെയും കയ്യിലെയും കാലിലെയും നഖത്തിൽ ഞാൻ മുള്ളാണി അടിച്ചു കയറ്റും. മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് CI. സാറേ സുഭാഷ് എന്നാ എന്ന് സുഭാഷ് പറയുമ്പോ അപ്പൊ സുഭാഷേ കാര്യം മനസ്സിലായല്ലോ എന്ന് CI ചോദിക്കുമ്പോഴേക്കും ഉവ്വ് സാർ എന്ന് പരിഭ്രമത്തോടെ സുഭാഷും പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് CI കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ സുഭാഷും ഉമ്മറത്തേക്ക് ഇരുന്നുണ്ട്. എടാ നികേഷേ എന്തൊക്കെ ഈ കേൾക്കുന്നേ? എനിക്ക് തല ചുറ്റിയിട്ട് വയ്യെന്ന് പറഞ്ഞ് തളർച്ചയോടെ ഇരിക്കുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും സുഭാഷേട്ടന്റെ അടുത്തേക്ക് ചെന്നേ, സുഭാഷേട്ടാ ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയോ? സുഭാഷേട്ടാ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നു. ആരും പെണ്ണ് തരാത്ത വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോകുന്നു. നമ്മുടെ വീട് ഒരു വീടാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചോണ്ടവൻ സുഭാഷേട്ടാന്നും വിളിച്ച് മുറ്റത്ത് വിരിഞ്ഞ ഒരു റോസിനരികിലേക്ക് ചെല്ലുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ സുഭാഷേട്ടാ ദാ നോക്ക് ഈ ചെടിയും പൂവിട്ടു എന്ന് പറഞ്ഞ് ചിരിയോടെ അത് നോക്കി നിൽക്കുമ്പോഴേക്കും സുഭാഷിനും സന്തോഷമാവുന്നുണ്ട്. പിന്നീട് സുധീഷും നിധിയും ജീപ്പിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. നിധി സീറ്റിലേക്ക് ചാരിക്കിടന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ജീപ്പിന്റെ പുറകിൽ നിന്ന് തുടരെ തുടരെ ഒരു വണ്ടിയുടെ ഹോൺ അടി ശബ്ദം കേൾക്കുന്നത്. ആ കാർ സുധീഷിന്റെ ജീപ്പിനെ വെട്ടിക്കാനായി നോക്കുമ്പോഴേക്കും സുധീഷ് അതിൽ സമ്മതിക്കാതെ സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വീണ്ടും ഹോണടി ശബ്ദം കേട്ട് ഇവൻ ആരടാ, ഇനി അവരുടെ വല്ല പാർട്ടിക്കാരുമാവോ? അയ്യോ വഴിയിലിട്ട് തീർക്കാനായിരിക്കോ ദൈവമേ എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ ജീപ്പ് ഓടിക്കുമ്പോഴേക്കും ആ കാറും അവരുടെ പുറകെ തന്നെയുണ്ട്. സുധീഷ് വണ്ടിയൊരിടത്ത് സൈഡാക്കുമ്പോഴേക്കും ആ കാറും അവന്റെ അരികിലായി വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഇത് രാജേഷിന്റെ വണ്ടിയല്ലേ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. രാജേഷ് എന്റെ ഫ്രണ്ടാ, അവനാണെന്ന് കരുതിയാ ഞാൻ ഹോൺ അടിച്ചത് എന്നയാൾ പറയുമ്പോ അത് സാരമില്ല, രാജേഷ് എന്റെയും ഫ്രണ്ടാ, ഞാൻ സുധീഷ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് അയാളും കാറും എടുത്ത് പോകുന്നുണ്ടേ. നിധി അപ്പോഴും ഉറക്കത്തിൽ തന്നെയായിരുന്നു. പിന്നീട് സുധീഷ് വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും നിധി ഉറക്കത്തിൽ നിന്നുണർന്ന് എവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്നു, താൻ ഉറങ്ങിക്കോ, എന്തായാലും കുറച്ചു നേരം എടുക്കുമെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി എന്തോ അസ്വസ്ഥത കാണിക്കുന്നത് കണ്ട് എന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ എന്ന് നിധി പറയുമ്പോഴേക്കും താൻ വണ്ടി ഒതുക്കാമെന്ന് പറഞ്ഞ് സുധീഷും വണ്ടി ഒതുക്കുന്നുണ്ട്. നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുധീഷ് അവൾക്ക് കുടിക്കാനായി ബോട്ടിലിൽ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവൾ വാ കഴുകിക്കൊണ്ട് ആ ബോട്ടിൽ തിരികെ കൊടുക്കുമ്പോഴേക്കും കുറച്ചു നേരം ഇരുന്നിട്ട് പോയാലോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കരയുന്ന കണ്ട് അയ്യോ എന്തു പറ്റി? കരയല്ലേ, ആളുകൾ കാണുന്നു, കരയല്ലേ. ഹലോ ഇനി തലവേദനയാണോ? ആശുപത്രിയിൽ പോണോ? നിധി ഇങ്ങനെ കരയല്ലേ, ആളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നവൻ പറയുമ്പോഴേക്കും നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാമോ, ഞാനൊന്ന് കരയെങ്കിലും ചെയ്യട്ടെ എന്ന് നിധിയും കരച്ചിലിനിടയിലൂടെ ചോദിക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് കരയേ എന്ന് മനസ്സിൽ ചിന്തിച്ചോണ്ട് അയ്യോ ഇത് കൊളമാവുമല്ലോ, ആരേലും വന്ന് ചോദിച്ചാ എന്ന് പറഞ്ഞോണ്ട് നിധി ദേ മുഖം ഒന്ന് കഴുകിക്കോ എന്ന് പറഞ്ഞ് വീണ്ടും ബോട്ടിലിലെ വെള്ളം കൊടുക്കുന്നുണ്ട്. അവൾ വെള്ളം വാങ്ങി മുഖം കഴുകിക്കൊണ്ട് വീണ്ടും വന്നിരിക്കുമ്പോഴേക്കും അവളുടെ നെറ്റിയിലെ പൊട്ട് മാറിയിരിക്കണ കണ്ട് പൊട്ട് എന്നവൻ പറയുന്നുണ്ട്. അവൾ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും ദേ പൊട്ട് മാറിയിരിക്കുന്നു ഇവിടെ എന്നവൻ പറയുമ്പോഴേക്കും നിധി അത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അവളും സങ്കടത്തോടെ പറയുന്നുണ്ട് ഇന്നത്തെ കാര്യം അറിയുമ്പോൾ വീട്ടുകാര് വല്ലാതെ വിഷമിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല. അച്ഛൻ എങ്ങനെ അവിടേക്ക് ചെന്നു കയറുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുമ്പോൾ ശരിക്കും തകർന്നു പോവും. ഞാൻ തന്നെ ഷോക്ക് ഇന്ന് മാറിയിട്ടില്ല. എന്താ എൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ശരിക്കും തകർന്നു പോയി. അങ്ങനെ ഒരു അവസ്ഥയില് ഞാൻ അച്ഛനെ കൊണ്ടെത്തിക്കുമെന്ന് ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് നിധി പൊട്ടിക്കരയുന്നുണ്ട്. എടോ അപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ. ഇനി വേണമെങ്കിലും അച്ഛനോട് സത്യങ്ങൾ തുറന്നു പറയാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, നടന്നത് ശരിക്കുള്ള കല്യാണമല്ല എന്നൊക്കെ നമുക്ക് പറയാലോ എന്നവളോടായി പറഞ്ഞോണ്ട് അയ്യോ ഇതിപ്പോ ഞാൻ തന്നെ എൻ്റെ ഐഡിയ പൊളിക്കുകയാണല്ലോ ഭഗവാനെ, ഒരു നമ്പർ ഇട്ട് നോക്കാം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ തന്നെ ഈ വണ്ടിയിൽ തിരിച്ചു കൊണ്ടു ചെന്നാക്കാം കേട്ടോ, എനിക്കിട്ട് 4 അടി വീണ്ടും കൊള്ളും. ഇത്രയും സഹിച്ചില്ലേ, അതും സഹിക്കാം. എന്താ പോയാലോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധി ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട് അയ്യോ ഇനി തിരിച്ചു പോവെന്നെങ്ങാലും പറയോ എന്ന് സുധീഷും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ കങ്കാരു അവിടെ തന്നെ കാണും, അത്രേ ഉള്ളൂ. എന്താ തിരിച്ചു പോണോന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എനിക്കെന്റെ വിഷമം പറയാനും പറ്റില്ലേ, തിരിച്ചു പോണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല വീട്ടുകാരെ ഓർത്ത് കരയുന്ന കണ്ടപ്പോ എന്ന് സുധീഷ് പറയുമ്പോ ഞാൻ കരയും, ഇനിയും ചെയ്ത തെറ്റോർത്ത് ഞാൻ കരയും, പക്ഷെ അത് ചെയ്യിപ്പിച്ചത് അവർ തന്നെയല്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും അത് ശരിയാ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ അവർ തന്നെയാ കാരണമെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്റെ വാക്ക് കേൾക്കാൻ പറ്റാത്തവരുടെ വാക്ക് ഞാൻ എന്തിനു കേൾക്കണം, എന്നെപ്പറ്റി സങ്കടപ്പെടാത്തവരെ ഓർത്ത് ഞാൻ എന്തിനു സങ്കടപ്പെടണം എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ചായ വേണോന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്നവൾ പറയുമ്പോഴേക്കും ജ്യൂസ് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നു. വേണ്ടെന്ന് അവൾ പറയുമ്പോ അല്ല ഒരു പെൺകുട്ടി മുന്നിലിരുന്ന് കരയുമ്പോഴേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ആരും പറഞ്ഞു തന്നിട്ടുമില്ല, ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ
എന്നവൻ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട പോവാം എന്ന് പറഞ്ഞുകൊണ്ട് നിധിയും ജീപ്പിലേക്ക് കയറുമ്പോഴേക്കും സുധീഷിനും സന്തോഷമാവുന്നുണ്ട്. അവൾ ജീപ്പിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴേക്കും കഴുത്തിൽ കിടക്കുന്ന താലിച്ചരട് അവൾ കാണുന്നുണ്ട്. അതിലേക്ക് ഒരു നിമിഷം നോക്കിക്കൊണ്ട് അവൾ അത് അഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാണുന്ന സുധീഷ് പരിഭ്രമത്തോടെ അയ്യോ എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.